Hi friends, എല്ലാവർക്കും A to Z പുതിയൊരു ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് CN01 2018 ALP ആൻഡ് ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ ആൻസർ കീ സെക്കൻഡ് സ്റ്റേജിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നത് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ റിസൾട്ടാണ്. ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു 16-ാം തീയതി വരും, പിന്നെ 17-ാം തീയതി വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ 20-ാം തീയതി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡേറ്റ് എന്നായാലും ഞാൻ ഉടൻ തന്നെ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കാൻ വേണ്ടി എല്ലാ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ CN01 2018 ALP ആൻഡ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ടെസ്റ്റ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആൻസർ കീ ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കാം, അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത ആൻസർ നോക്കാം. റെയിൽവേയുടെ ആൻസറും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നത് 18/2/2019 അതായത് ഇന്ന് മുതൽ 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ നിങ്ങൾക്ക് 20/2 വരെ ആയിരിക്കും ഈ ഒരു അവസരം ലഭിക്കുക. അപ്പോൾ ഇത് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 19/2/2019 10 മണി മുതലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 20/2/2019 23:59 എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി വരെ ആയിരിക്കും, 11:59 വരെ ആയിരിക്കും അവസരമുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ റെയിൽവേയുടെ ആൻസറും നിങ്ങൾ സെലക്ട് ചെയ്ത ആൻസറും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അത് ലഭിക്കുന്നത് 18/2/2019 മുതലാണ്. ഒബ്ജക്ഷൻ കൊടുക്കേണ്ടത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് കറക്റ്റും അതുപോലെ റെയിൽവേയുടെ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള സമയം 19/2/2019 മുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഫീ ഉണ്ടായിരിക്കും, ഓരോ ഒബ്ജക്ഷനും ഓരോ ഫീ ഉണ്ടായിരിക്കും. 50 രൂപയായിരിക്കും ഫീസ് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് കറക്റ്റായി എന്ന് റെയിൽവേക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒബ്ജക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ID വെച്ച് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ആൻസറും വെച്ചിട്ടാണ് ഒബ്ജക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. റെയിൽവേയുടെ വെബ്സൈറ്റിൽ പോയി ഓരോ RRBയുടെയും വെബ്സൈറ്റിൽ നിങ്ങൾ ചെല്ലുക. ഓരോ RRBയുടെയും വെബ്സൈറ്റ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ RRB ഏത് RRB ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ RRB പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ RRBയുടെ വെബ്സൈറ്റിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ചെന്നൈ RRB നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ RRB ചെന്നൈയാണ്. RRB ചെന്നൈയിൽ നിങ്ങൾക്ക് കാണാം CN01/2018 ALP ആൻഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ട്രാക്കർ ഫോർ സെക്കൻഡ് സ്റ്റേജ് CBT എന്ന് കാണാം. ഫോർ വ്യൂയിങ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ റെസ്പോൺസ് ആൻഡ് കീ ആൻഡ് റൈസിംഗ് ഓഫ് ഒബ്ജക്ഷൻ ഇഫ് എനി ടു ക്വസ്റ്റ്യൻസ് ഓർ ഒബ്ജക്ഷൻസ് ഓർ കീസ് എന്ന് കൊടുക്കാം. ആ ഒരു ടാബിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആദ്യം ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും വരിക. ഇൻസ്ട്രക്ഷൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ടാബ് വരും. അതിൽ ലോഗിൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് വരും. അവിടെ നിങ്ങൾ യൂസർ ID രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീയാണ് റിസൾട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും വന്നാൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ വീഡിയോയിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.